ഹായ് എടാ മോനെ എന്നാ പടവാ ആവേശം. നമ്മളെ ജിത്തു മാധവനും സുഷിൻ ശ്യാമും സമീർ താഹിറും വിവേക് ഹർഷനും പിന്നെ നമ്മളെ ഫഹദ് ഫാസിലും ഇത്ര പേരും ഇല്ലായിരുന്നെങ്കിൽ പടം ഇമ്മാതിരി ഗംഭീരമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മാതിരി മേക്കിങ്ങും ഒക്കെ ആയിരുന്നു. ഈ പടം ആദ്യം തുടങ്ങുന്ന ഒരു ക്യാമ്പസ് പശ്ചാത്തലത്തിൽ വന്നിട്ട് ജൂനിയർ സീനിയേഴ്സ് റാഗിങ് അങ്ങനത്തെ ഒരു സംഭവം തുടങ്ങുമ്പോൾ നമുക്ക് പടം കണക്റ്റ് ആവും. പടത്തിലോട്ട് നമ്മൾ കയറും, നമ്മൾ ഓണാവും. നമുക്ക് അപ്പോൾ മനസ്സിലാവും ഈ ഫഹദ് ഫാസിലിൻ്റെ എൻട്രി എപ്പോഴായിരിക്കും, അപ്പോഴാണ് പ്ലേസ് ചെയ്യുന്നത്. ഒരു സമയം നമ്മൾ വിചാരിച്ച ഒരു സമയത്തായിരിക്കും ഫഹദ് ഫാസിലിനെ പ്ലേസ് ചെയ്യുന്നത്. പിന്നെ ഈ ജിത്തു മാധവൻ ഈ ഡയറക്ടറിന് എപ്പോഴും ഒരു യുണീക്നെസ് ഉണ്ട്. പുള്ളിയുടെ ഫസ്റ്റ് പടം രോമാഞ്ചമായിരുന്നു. രോമാഞ്ചം ഇപ്പോൾ അത് ഷൂട്ട് ചെയ്തേക്കുന്നത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ ബേസ് ചെയ്ത് തന്നെ ഇതും ഷൂട്ട് ചെയ്തേക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ രോമാഞ്ചം ഞാൻ വലിയ ഇതിൽ പോയി പ്രതീക്ഷയില്ലാതെ പോയി കണ്ട പടമാണ്. അപ്പം നമുക്ക് കിട്ടിയ ഒരു ഗംഭീര ഒരു ഫീലുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഇരട്ടി ഉണ്ടെങ്കിലേ ഉള്ളൂ ഈ ഒരു പടത്തിലും. പിന്നെ ഫഹദ് ഫാസിലിൻ്റെ പെർഫോമൻസ്, പുള്ളി എന്തുമാണ് ഈ കാണിച്ച് കൂട്ടുന്നത്. പുള്ളി ഒരു ഫിസിക്ക് ഒരു സംഭവം, പുള്ളിയുടെ ഒരു ബോഡി ലാംഗ്വേജ്, ബോഡി എല്ലാം വെച്ചിട്ട് പുള്ളി കാണിക്കാതായിട്ടൊന്നുമില്ല. അപ്പോൾ അതിൽ പവർഫുള്ളായിട്ട്, എനർജറ്റിക്കായിട്ടും ഡെഡിക്കേഷനായിട്ട് നമ്മളപ്പോഴുള്ള സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരുപാട് ഇൻസ്പിറേഷനാണ് ഈ ഫഹദ് ഫാസിലെ. പിന്നെ അതിൻ്റെ കൂടെ സുഷിൻ്റെ ഒരു സോങ്ങും BGM അതും കൂടെ ആയപ്പോൾ പിന്നെ പറയണ്ട. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ട ഒരു 3 പിള്ളേർ കയറി വരും. 3 പിള്ളേരുണ്ട് ഇതിൽ. അവരും ഇതിൽ ഒരു ലീഡ് എന്ന് വേണമെങ്കിൽ പറയാം. ലീഡ് തന്നെയാണ് അവരും ഈ ഹിപ്സ്റ്ററും മിഥുനും റോഷനും. ആ 3 പിള്ളേരും കൂടെ ഉണ്ടെങ്കിലാണ് ഈ കഥയും കൂടെ മുന്നോട്ട് വരുന്നത്. ആ 3 പിള്ളേർ കാരണമാണ് രംഗണ്ണൻ എന്നുള്ള ക്യാരക്ടർ തന്നെ പൊങ്ങി വരുന്നത്. പിന്നെ രംഗണ്ണൻ്റെ ഈ എടാ മോനെ എന്നുള്ള ഒരു സംഭവം, ഞാൻ ഫഹദ് ഫാസിൽ ഇൻ്റർവ്യൂവിലൊക്കെ വന്നിട്ട് ഷമ്മി എന്ന് പറഞ്ഞിട്ടൊരു ഇൻ്റർവ്യൂവർ പറഞ്ഞപ്പോൾ ഷമ്മിയായി കഴിഞ്ഞ് എടാ മോനെ അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞപ്പോൾ ഇത് ഇത്ര ഇമ്പാക്റ്റ് ആകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഈ ഒരു സിനിമയിൽ എടാ മോനെ എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ഒരു ഇതുണ്ട്, ഒരു ടോണുണ്ട്, ലാംഗ്വേജ് ടോണുണ്ട്. അതിൽ ഈ പുള്ളിയുടെ ഇതൊക്കെ കാണുമ്പം രാജമാണിക്യത്തിലെ മമ്മൂക്ക, പിന്നെ ഭാർഗവ ചരിത്രം 3-ാം ഘട്ടം അതിലൊരു സാധനമുണ്ട്. പിന്നെ കോട്ടയം കുഞ്ഞച്ചൻ്റെ ഒരു സ്റ്റൈലുണ്ട്. പിന്നെ പുള്ളി തന്നെ തമിഴിൽ അഭിനയിച്ച മറ്റേ മാമനല്ല ഒരു സാധനം, ഇത്രയും എല്ലാം കൂടെ ഫുള്ളും വരുന്ന ഒരു മാനറിസം ഈ ഒരു സിനിമയിൽ, ഒറ്റ സിനിമയിൽ പുള്ളി കാണിച്ചു വെച്ചിട്ടുണ്ട്. പുള്ളി എന്ത് പെർഫോമൻസാണ്, അതാണ് എനിക്ക് എപ്പോഴും എടുത്ത് പറയാനുള്ളത്. പിന്നെ പുള്ളിയുടെ വലങ്കയായിട്ട് ഈ ഒരു സിനിമയിൽ പുള്ളിയുടെ വലങ്കയായിട്ടുള്ള നമ്മളെ അമ്പൻ എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും ഫഹദ് ഫാസിൽ അതിൽ പറയുന്ന സജിൻ ഗോപുവിൻ്റെ മറ്റേ രോമാഞ്ചത്തിൽ സജിൻ ഗോപു നല്ലതായിട്ടാണ് പെർഫോം ചെയ്തേക്കുന്നത്. ഇതിൽ ഞാൻ വിചാരിച്ച പുള്ളി ഭയങ്കര കോമഡിയൻ തന്നെ, കോമഡി മാത്രമേ പറ്റുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ പുള്ളി കോമഡി ഉണ്ട്, വേറെ പലതും പുള്ളി ഇതിൽ കാണിച്ചു വെച്ചതുണ്ട്. പുള്ളി നല്ല ഉഗ്രൻ ആക്ടറാണ്. നമ്മളെ എക്സ്പ്രഷൻ ആയാലും. പിന്നെ ഇതിൽ ഫീമെയിൽ എന്ന് പറയാനായിട്ട് പൂജ മോഹൻരാജും കുറച്ച് റോൾ ഇത് ചെയ്തിട്ടുണ്ട്. അതിലും ഉണ്ടായിരുന്നു. രോമാഞ്ചത്തിലും ചെറിയൊരു ഇമ്പോർട്ടൻ്റ് റോൾ ഉണ്ടായിരുന്നു. മറ്റേ ഓജോ ബോർഡ് കളിക്കുന്ന ഒരു സംഭവം. പടം എല്ലാം കൊണ്ടും. പിന്നെ സമീർ താഹിറാണ് ക്യാമറ. പുള്ളി ഏറ്റെടുക്കുന്ന എല്ലാം പൊളിയായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു കഥ കേട്ടിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത അൻവർ റഷീദും ഇങ്ങനത്തെ ഒരു വൈബ് സാധനങ്ങളൊക്കെയാണ് അൻവർ റഷീദും എടുക്കുന്നത്. നമുക്ക് ആവേശത്തോടെ നമ്മളെ പിടിച്ചിരുത്തും. നമുക്ക് ഈ സിനിമ പെട്ടെന്ന് തീർന്നു പോയാലൊക്കെ എനിക്ക് തോന്നി. പടം ലാസ്റ്റ് കൊണ്ട് തീരുന്ന സമയമായപ്പോൾ എന്തോ പെട്ടെന്ന് തീർന്ന പോലെ തോന്നി. തീർന്നതും ഒരു മേക്കിംഗ് ഉണ്ട്, ഒരു കാർട്ടൂൺ പോലെ ഒരു കളർ ഗ്രേഡിങ് ഒരു സംഭവം, അതുപോലത്തെ ഒരു സാധനം വെച്ചിട്ടാണ് തീർന്നത്. അതും എന്തോ പെട്ടെന്ന് തീർന്ന പോലെ തോന്നി. പടം ഇനിയും കാണാൻ പറ്റിയ അത്രയും നല്ലതായിരിക്കും എന്ന് പറഞ്ഞായിരിക്കുന്നത്. പിന്നെ ഇതിൽ ഒരുപാട് നല്ല നല്ല പാട്ടുകളും BGM സാധനങ്ങളൊക്കെ ഉണ്ട്. സുഷിൻ പറഞ്ഞ പോലെ തന്നെ ഇതിനും മാറ്റി.
പിന്നെ ഇതിൽ ഈ പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ തന്നെ പറഞ്ഞത് ഇത് പുതിയൊരു സാധനമാണ് ഇതിൽ ചെയ്യുന്നതെന്ന്, പുതിയൊരു സാധനമാണ് ഇവർ പിടിച്ചേക്കുന്നതെന്ന്. അതുപോലെ തന്നെ ആയിരുന്നു ഫഹദ് ഫാസിലൊക്കെ പുതിയ ഇതിൽ തന്നെ എല്ലാം മിക്കുള്ളതും എല്ലാം ഉണ്ട്. പുള്ളി ഇതിൽ തന്നെ ഈ പടത്തിൽ തന്നെ ഇമോഷനിലുണ്ട്, കോമഡി ഉണ്ട്, പിന്നെ മാസുണ്ട്. ഇത് എല്ലാം കൂടെ ഒരു മിക്സ് ചെയ്ത ഒരു ഫുൾ എൻ്റർടൈൻ ആയിട്ടുള്ള ഒരു പടമാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഈ ക്യാരക്ടർ വേറെ ആർക്കും എനിക്ക് തോന്നുന്നില്ല ആ ഒരു പ്ലേസ് ചെയ്താൽ ഇത്ര ഭംഗിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളി നമ്മളെ തമിഴിലാര് ധനുഷൊക്കെ ചെയ്യുന്ന പോലെയൊക്കെ ധനുഷ് വന്നിട്ട് എന്തോണം നമുക്ക് വലിയ ബോഡിയും സൈസും ഒന്നും വേണ്ട, എന്നാൽ പവർഫുള്ളായിരിക്കും, എനർജറ്റിക് ആയിരിക്കും. ആ ഒരു സാധനമാണ് പുള്ളി ഈ ഒരു സിനിമയിൽ കാണിച്ചേക്കുന്നത്. പടം കോമഡിയാണെന്ന് വെച്ചാൽ കോമഡിയാണ്, മാസമാണെന്ന് വെച്ചാൽ മാസമാണ്. ഇപ്പോൾ ഈ എടുത്തെടുത്ത് എനിക്ക് പറയാനായിട്ട് തോന്നുന്ന ഫഹദ് ഫാസിൻ്റെ പെർഫോമൻസാണ്. ഫഹദ് ഫാസിൽ എന്ത് പെർഫോമൻസ് ആണെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ വിചാരിച്ചു ഈ ട്രെയിലർ സംഭവങ്ങൾ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഷമ്മി എടുത്ത് എന്തോ സാധനം എടുത്തു. ഷമ്മിയൊക്കെ വേറെ തലത്തിൽ കിടക്കുന്ന ആൾ, ഇത് ഷമ്മിയേക്കാളും അപ്പുറമുണ്ട്. ഷമ്മിയേക്കാളും അപ്പുറമുണ്ട്. അത് മാത്രമല്ല കുറച്ച് എത്തിക്സും പ്രൊഫഷണലോടുള്ള ഒരു എത്തിക്സും പിന്നെ ഇമോഷനിലും കോമഡിയും ഒക്കെ കലർന്ന്, അതായത് കൂടെ ഉള്ളവരെ നല്ലതായിട്ട് ട്രീറ്റ് ചെയ്യുന്ന, അന്യന്മാരെ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു, മറ്റേതാണെങ്കിൽ ഷമ്മിയാണെങ്കിൽ അങ്ങനെയല്ല, ബാക്കി വേറെ ഉള്ളവർത്തൊക്കെ ദേഷ്യമാണ്. ഇത് അങ്ങനത്തെ ഉള്ളൊരു ക്യാരക്ടറായിട്ടുള്ള ആളാണ് രംഗാണ്ണൻ. രംഗാണ്ണന്നേ ഇതിൽ പറയാനുള്ളൂ. മൊത്തത്തിൽ പുള്ളിയുടെ വിളയാട്ടമാണ്, ഫഫയുടെ വിളയാട്ടമാണ്. അപ്പോൾ തിയേറ്ററിൽ തന്നെ ഇത് പോയി കാണുക, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ പോയി കാണാത്തൊരു പെട്ടെന്ന് തന്നെ പോയി കാണുക. ഓക്കെ.